ഇത്തവണ ഞാൻ വിചാരിച്ചു വെക്കേഷൻ ട്രിപ്പ് നമ്മുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊന്ന് പോയി കണ്ടാലോ എന്ന്. ഇതാ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഫോർട്ട് കൊച്ചിയിലേക്കാട്ടോ. ഒരു പ്ലാനിങ് അല്ലാതെ പോയതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് പോയി. എനിക്ക് ഇതുവരെ തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, നമ്മൾ ഓവറായിട്ട് പ്ലാൻ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ നടക്കാതെ വരും. അതായത് ഇപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞൊരു ട്രിപ്പ് പോകാമെന്നൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ പിന്നെ നമ്മൾ ആ 2 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനൊന്നും സാധിക്കാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട് സ്മിത മിസ്സും കൂടി ഒന്ന് ഫോർട്ട് കൊച്ചി കാണുമെന്ന് ചിന്തിച്ചു. പിന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നമുക്ക് നാളെ തന്നെ പോയാലോ എന്ന്. അപ്പോൾ ഫിലിമിന് പോകണോ ഫോർട്ട് കൊച്ചി പോകണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവസാനം ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്ത് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാമെന്ന്. അപ്പോൾ സ്മിത മിസ്സിൻ്റെ കാറിൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് ബീച്ച് കാണാം. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്നോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു 7:45 ആ സമയത്താണ്. 8 മണിക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ 8 മണിക്ക് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ സ്കൂളിലും പോയി, സ്കൂളും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയി. ഈ വീഡിയോയിൽ ഞാൻ കുറേ എഡിറ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്ത് അതൊക്കെ കളഞ്ഞ് ഭയങ്കര ഒരു സൂപ്പർ ഫിലിം ലൈക്ക് അങ്ങനെയൊന്നും ആക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല. നമ്മൾ നടക്കുന്നത്, സംസാരിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഡിലീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാതെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ രാവിലെ ഒരു 8:30 കഴിഞ്ഞപ്പോൾ തന്നെ ഫോർട്ട് കൊച്ചി എത്തി. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കണ്ടൊരു വീടാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഇതേപോലത്തെ ഒരു വീട് കണ്ടത്. അപ്പോൾ ഞാനും സ്മിത മിസ്സും വിചാരിച്ചു അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഭയങ്കര ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക, എവിടെ നിന്ന് ഫോട്ടോ എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതിൽ ഇടയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യണ വീഡിയോ ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്നോ, കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തത് സ്മിത മിസ്സിൻ്റെ മൊബൈലിലായിരുന്നു. അപ്പോൾ അതെനിക്ക് സെൻഡ് ചെയ്ത് തന്ന സമയത്ത് അതിൻ്റെ ഓർഡറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി. ഞാനും വിചാരിച്ചു അതൊന്നും അങ്ങനെ മാറ്റണ്ട, ഒരു ഔട്ട് ഓഫ് ഓർഡർ അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കാണിക്കാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന മരങ്ങൾ ഒരുപാട് പഴക്കമുള്ള മരങ്ങളാണ്. കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കുറേ മരങ്ങൾ അതും ഇതൊക്കെ കാണാം. അപ്പോൾ അതും എനിക്ക് ഒരു ഇഷ്ടം തോന്നി. അതായത് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ കൂടെ കാണുന്നതുമൊക്കെ. അപ്പോൾ അതും ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്ഥലം കറക്റ്റായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ പോയത്. നമ്മൾ റോഡിൽ വെച്ചിരിക്കുന്ന കുറേ റൂട്ട് മാപ്പ് പോലെ നമ്മൾ കുറേ വെക്കാറുണ്ടല്ലോ, ആ സൈൻസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ട്, എന്നാലും കറക്റ്റായിട്ട് എവിടെയാണെന്നൊക്കെ ഒരു എന്താ പറയുക, കുറേ വഴികളുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു ടോട്ടലി. ഈ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഗൺവില്ല കേട്ടോ. ഇത് ഞാൻ കുറേ ദൂരെ നിന്ന് കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എവിടെയായിരിക്കും ഇതെന്ന് വിചാരിച്ച് നടന്നപ്പോഴാണ് മനസ്സിലായത് അത് അവിടുത്തെ സിനഗോഗിൻ്റെ ഫ്രണ്ടിലാണെന്ന്. പിന്നെ ഞാനും മിസ്സും കൊണ്ട് നടന്ന് അവിടേക്ക് പോയി. അവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് കുടയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നോർമലി എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ വാങ്ങാൻ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഈ ഓൺലൈൻ ബൊട്ടിക്കുള്ളത് കാരണം നമ്മൾ ഒത്തിരി ഷോപ്പിംഗ് ബാംഗ്ലൂരും പല സ്ഥലത്തൊക്കെ പോയി ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് ആ ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു ക്രേസ് അങ്ങോട്ട് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനും മിസ്സും കൂടി ഇതെല്ലാം കണ്ട് നടന്നു. ഒത്തിരി നല്ല സാധനങ്ങളുണ്ട്. നമുക്ക് നല്ല ഭംഗിയുള്ള കുർത്തീസ്, പിന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ പല സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ആ നടക്കുന്ന വഴികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അതായത് എറണാകുളത്ത് താമസിക്കുന്ന ഞാൻ എറണാകുളത്ത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് വരെ ആലോചിച്ച് പോയി കേട്ടോ. അത്രയും നല്ലൊരു വൈബായിരുന്നു. ഒത്തിരി ബാഗ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അതേപോലെ ആൻറ്റിക് പീസസ്, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് കാണിക്കാതിരിക്കുന്ന ശരിയല്ലല്ലോ എന്ന്. കണ്ടോ, നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ വച്ചിരിക്കുന്നത് കാണാനായിട്ട്. അതേപോലെ പശ്മിന സിൽക്കിൻ്റെ ഒത്തിരി ഷോൾസൊക്കെ ഞാൻ കണ്ടിട്ടോ. പിന്നെ പെയിൻറ്റിങ്സ്, അതേപോലെ കോട്ടൺ ഡ്രസ്സസ്, ഫോറിനേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രീറ്റ് കംപ്ലീറ്റ് ഇവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സസ് സാധനങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒത്തിരി വാങ്ങണ്ടെന്ന് തോന്നുന്നു. ബീച്ചിൽ ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്നിട്ടോ. ബീച്ചിൻ്റെ അടുത്തുനിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു. എന്താ പറയുക, ബീച്ചിൻ്റെ അടുത്തൊക്കെ നമുക്ക് പോയിരിക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് സഞ്ജയുടെ വീട് അവിടെ അടുത്തുണ്ട്. അപ്പോൾ സഞ്ജയുടെ വീട്ടിൽ പോയി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, സഞ്ജയൊക്കെ റിയലി എന്ത് ഭാഗ്യമാണ്, അതായത് നടക്കാൻ പോകുന്നതൊക്കെ ബീച്ചിലായിരിക്കും.
നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതാട്ടോ. ഇതും അവിടെ ഡച്ച് പാലസിൻ്റെയൊക്കെ അടുത്ത് തന്നെയായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലം. അവിടെയും കുറേ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലൊന്നും അല്ല പോയത്. പിന്നെ കണ്ടപ്പോൾ ഒന്ന് എടുത്തിട്ട് കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ ഡച്ച് പാലസൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അധികം ഫോട്ടോസൊന്നും എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി വെയിലൊക്കെ കൊണ്ട് നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടി. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആൾക്കാരെക്കാളും കൂടുതൽ ഫോറിനേഴ്സൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. ഒത്തിരി ഫോറിനേഴ്സൊക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കിതൊന്നും കണ്ടു തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനി ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്നുകൂടി പോയി കാണണം എന്ന് വിചാരിക്കുന്നു. എറണാകുളത്ത് താമസിക്കുന്ന ആരെങ്കിലും ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റുമ്പോൾ ഒന്ന് പോകണം കേട്ടോ. കടലിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാനേ സാധിക്കില്ല. കണ്ടോ, ചെറിയ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ശരിക്കും അതൊരു വൈബാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അതേപോലെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട്, ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്നവർ ഒരിക്കലും അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് ആ സ്ഥലം മിസ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയും. അപ്പോഴും ഞാൻ ചിന്തിക്കും, ഇത്ര അഡിക്റ്റഡ് ആണോ ഈ സ്ഥലത്തോടെന്നൊക്കെ. അതെനിക്ക് രാവിലെ ഒന്ന് അവിടെ പോയി ഉച്ചവരെ അവിടെ മുഴുവൻ കറങ്ങി നടന്നെത്തി വീട്ടിലെത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അത് കാണുമ്പോഴൊരു സന്തോഷവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ അതുപോലെ ഫാഷൻ്റെ ഒത്തിരി സാധനങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു കുറേ നേരം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ചൂടായതുകൊണ്ട് നമ്മുടെ കയ്യിലൊരു കുട ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറച്ച് കുട വിടർത്തിയൊക്കെ നടക്കുവാണെങ്കിൽ നമ്മൾ അത്ര അധികം ചൂടൊക്കെ ഏൽക്കാതെയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, അതായത് മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥലം. അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. അത് നമുക്കൊരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ബീച്ചിലും പോയി, സിനഗോഗിൻ്റെ അവിടെ പോയി. സിനഗോഗിൽ കയറാൻ പറ്റില്ല, അന്ന് എന്തോ അവിടെ ഒരു ഫീസ്റ്റ് കാരണം അവധിയായിരുന്നു. ഈ സ്ഥലം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ, നല്ല ഭംഗിയുള്ളൊരു വീട് കണ്ടു ബീച്ചിന് സൈഡിലായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. നിറച്ച് മരങ്ങളും പുല്ലൊക്കെ കാണുമ്പോൾ കണ്ണിന് തന്നെ ഒരു കുളിർമ ഫീൽ ചെയ്യുക. അതായത് നമ്മുടെ സിറ്റിയിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. ഞാൻ ഈ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്താണെന്നോ, ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഭയങ്കര ചൂടാണ്. അതായത് അൺസഹിക്കബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര ചൂട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മരങ്ങളുള്ള സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന തണുപ്പ്, അതൊക്കെ ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ കൂടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളൊരു മരം വെട്ടിക്കളയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട് പണിയാനൊക്കെ മുറിച്ച് കളയുമ്പോഴോ, ആ വീട് പണി കഴിഞ്ഞതിന് ശേഷം വീട് മുഴുവൻ ബാക്കി കിട്ടുന്ന സ്ഥലത്തൊക്കെ മരം നടാനായിട്ട് നോക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, വീട് വെച്ച സമയത്ത് JCB കൊണ്ട് ഇടിച്ച് നിരത്തി പറമ്പ് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ വീട് വെച്ചതാണ്. പക്ഷെ ഇന്നിപ്പോൾ വന്ന് കയറുമ്പോൾ എല്ലാവരും പറയും ഒരു കാട്ടിലേക്ക് വന്ന് കയറിയൊരു ഫീലാണെന്ന്. അതായത് എന്താ പറയുക, നമ്മൾ ഈ മോസ്റ്റ് മോഡേൺ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീടും ലോണൊക്കെ ഭംഗിയാക്കണമല്ലോ, അത്രയും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അത്രയും ചെയ്താൽ നമുക്ക് ആ ഒരു നല്ല ഒരു ആംബിയൻസ് ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ നിറച്ച് മരങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഒരു ഫീലാണത്. അതേപോലെ ഇന്ന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞതാണ്, പണ്ടൊന്നും ഇത്രയും കീരികളുണ്ടായിരുന്നില്ല എന്ന്. ഇവിടേക്ക് ഇപ്പോൾ അടുത്ത് പറമ്പിലൊക്കെ ആണെങ്കിൽ നിറച്ച് കീരിയൊക്കെ ഉണ്ട് കേട്ടോ, വീടിനടുത്ത് ഒത്തിരി മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കൂളിംഗ് ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ ടൈലിട്ട് വെക്കുന്നത് വീടിൻ്റെ ചുറ്റിലും. അപ്പം ഞങ്ങൾ വീട് പണിത സമയത്ത് ഇങ്ങനെ ടൈലിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ മോള് പറഞ്ഞു, വേണ്ട മരടിലെ വീട്ടിൽ ടൈലൊന്നും ഇടണ്ട, മരങ്ങളുള്ളതാണ് നല്ലത്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ ആ ഒരു അച്ഛനായിട്ടാണെങ്കിലും നിറച്ച് മരങ്ങളൊക്കെ നട്ട് നമ്മളൊരു ഗ്രീനറി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നേക്കുന്നതുകൊണ്ട്. ഇപ്പം എൻ്റെ ചേട്ടനായാലും ചേട്ടൻ്റെ വൈഫാണെങ്കിലും എവിടെ പോയാലും എന്തെങ്കിലും ഒരു മരം ചെടി കിട്ടിയാലും വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതും. അപ്പോൾ ആ ഒരു കൂളിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തവിടെ പോയിട്ട് സ്കൂട്ടറിൽ വരുക. അപ്പോൾ എൻ്റെ സ്കൂട്ടർ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. അതായത് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തേക്കുക. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ എന്താണെന്നോ,
അത്രയും സ്ഥലം റോഡിലുണ്ട്, നല്ല വീതിയുള്ള റോഡാണ്. പക്ഷേ കുറച്ച് തണൽ കിട്ടിയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ മതലിൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് ആ ഓട്ടോക്കാരൻ ആരെയും വെയിറ്റ് ചെയ്യുവാണ് ആ തണലിൽ. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, എനിക്ക് സന്തോഷം തോന്നി. അതായത് ഒരാൾക്കെങ്കിലും ഒരു തണലേകാൻ എൻ്റെ വീട്ടിലെ മരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കതിൽ അഭിമാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്കും ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒരു മരം നമ്മൾ കളയുമ്പോൾ ഒരു 2 എണ്ണമെങ്കിലും നടാനായിട്ട് ശ്രദ്ധിക്കുക. ബീച്ചിനടുത്തൊക്കെ നമ്മൾ പോയിരിക്കുമ്പോഴും ചിന്തിക്കും, അവിടെ ഇടയ്ക്കിടയ്ക്ക് നട്ടു വച്ചിരിക്കുന്ന മരങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് തോന്നുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് നമ്മുടെ പ്രകൃതിയെ കുറച്ച് സ്നേഹിക്കുക. നമ്മുടെ എല്ലാവരും ലൈഫ് ഭയങ്കര ബിസി ഷെഡ്യൂളൊക്കെ ആയിട്ട് പോകുന്നതാണ്, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തൊക്കെ നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാനായിട്ട് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വേണമെന്ന് വെച്ചാൽ എടുത്തല്ല. പക്ഷേ ആ ഫോർട്ട് കൊച്ചിയുടെ മെമ്മറീസ് അത് ഞാൻ വിചാരിച്ചു എനിക്ക് എന്നും കാണണം, എനിക്കിഷ്ടപ്പെട്ടവരെയും കൂടി ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വീഡിയോയാണ്. പിന്നെ എന്തെന്നാ പറയുക, പറ്റുന്നവരൊക്കെ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മൾ എപ്പോഴും ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരേക്ക് പോകണം എന്നില്ല. അതായത് ഔട്ട്സൈഡ് എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോകണം എന്നൊക്കെ മനസ്സിലാഗ്രഹിക്കാറുണ്ട്. പക്ഷേ അത് സാധിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ അടുത്തുള്ള കുറച്ച് നല്ല സ്ഥലങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ വളരെ നമുക്ക് മനസ്സിന് സന്തോഷമായിരിക്കും. നമ്മുടെ ദിവസങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് എന്താ പറയുക, ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് ഇരിക്കുവാണെങ്കിൽ മനസ്സിനൊരു സന്തോഷം കിട്ടും. പിന്നീട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴേക്കും അതൊക്കെ ഒരു രസമാണ്. ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറയാറുണ്ട് ടെൻഷനാണ്, ഭയങ്കര ഡിപ്രഷൻ ഫീൽ ചെയ്യണോ, അത് ഇത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായേക്കുന്ന ഒരു കാര്യം എന്താണെന്നോ, നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ജീവിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് വരും. ഇതേപോലെ കാഴ്ചകൾ കാണാനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എന്താ പറയുക, നമുക്ക് നടക്കാൻ പറ്റുന്ന സമയത്തോളം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക. അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്. ചിലരൊക്കെ ചോദിക്കും കേട്ടോ, ഒരു പണിയില്ല ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കും, അതൊക്കെ എന്ത് വിഡിത്തരമാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുപോലെ സ്ഥിരം ട്രിപ്സ് പോകുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാരെ കാണുക, അങ്ങനെ ഒത്തിരി ഇഷ്ടങ്ങളുള്ള ആൾക്കാരും ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫോട്ടോസ് എല്ലാം നമ്മൾ ക്യാമറയിലെടുത്ത് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് അതുപോലെ അല്ലല്ലോ, നമ്മുടെ മൊബൈലിൽ എടുക്കാം, നമുക്കിതേപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലിടാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് കാണാം, എവിടെ പോയിരുന്ന് നമുക്കത് കാണാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇപ്പം ഞാനിതിൽ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ ചെയ്യാറുണ്ട്, സാരീസിൻ്റെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫിലൊരു ബിസിനസ് മാത്രമല്ല, നമുക്ക് നിങ്ങളോട്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കാണുന്ന കുറച്ച് നല്ല കാഴ്ചകളും കൂടിയുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു കാര്യം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഫോർട്ട് കൊച്ചി ഒന്ന് കുറച്ച് കണ്ടു, മൊത്തത്തിലൊന്നും കാണാൻ പറ്റിയില്ല. ആക്ച്വലി ഇത് എറണാകുളത്ത് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി ഫോർട്ട് കൊച്ചിക്ക് വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചില ഫോട്ടോയൊക്കെ വെയിൽ കൊണ്ട് ടയേർഡായിട്ടോ, എന്നാലും ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ടൊന്നും നോക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു നാച്ചുറലായിട്ട് നമ്മൾ എടുത്തത് അതെല്ലാം അതിലിരിക്കട്ടെ എന്നങ്ങനെ വിചാരിക്കുവാണ്. പിന്നെ ബീച്ചിൽ ഈവനിങ് പോയാൽ അത് വേറൊരു വൈബാണ് കേട്ടോ. അതുപോലെ നമ്മൾ കായസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ 2 ബിരിയാണിക്കും കൂടി 390 ആയുള്ളൂ. അവിടേക്ക് എത്തിയപ്പോൾ ടയേർഡായി, ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവശതയായിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. ഇനി ഇത് കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.